ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും റംസാൻ മുബാറക്. ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു മുട്ട പഫ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റാക്കിയതിന് ശേഷം, അതായത് ചൂടാക്കിയതിന് ശേഷം മൈദ മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവെല്ലാം കുഴച്ചെടുക്കുമല്ലോ, ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. അല്പം ഒന്ന് ടൈറ്റ് ആയാലും കുഴപ്പമില്ല. നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ സ്റ്റിക്കി ആയിട്ട് വന്നാൽ നമുക്ക് ലെയറൊന്നും കിട്ടില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്പം എണ്ണയൊക്കെ തടവി ഞാനിവിടെ 1 മണിക്കൂർ വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലോർ മിക്സാണ്. അപ്പോൾ അതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ ലെവലായിട്ട് കോൺഫ്ലോറും അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് നല്ലപോലെ കട്ടൊന്നും ഇല്ലാണ്ട് സ്മൂത്തായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഞാനിവിടെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കണം. ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 അത്യാവശ്യം വലിപ്പത്തിലുള്ള ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. 1 തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് തക്കാളിയെല്ലാം നല്ല പേസ്റ്റ് ആവുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ തക്കാളിയെല്ലാം നല്ലപോലെ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ചെറിയ തീയിൽ എല്ലാം കരിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വളരെ ചെറിയ തീയിലായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് വീഡിയോയിൽ കാണുന്ന രീതി ഉണ്ടല്ലോ, ഇതുപോലെ നല്ല പോലെ വഴന്ന് വരണം. ആ ഒരു പരുവത്തിൽ ഇത് വഴറ്റിയെടുക്കണം. കാരണം ഇതിലേക്ക് വേറൊരു ഫ്ലേവറും ചേർക്കുന്നില്ല, ചിക്കൻ ചേർക്കുന്നില്ല. അപ്പം നമുക്ക് ഈ ഒരു മസാല മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ മസാല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുക്കാവണം. പിന്നെ 4 മുട്ട പുഴുങ്ങി എടുത്ത് വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് മാവെല്ലാം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. ഒരു 7 ബോൾസ് ഇതിൽ നിന്നും കിട്ടും. വളരെ തിന്നായിട്ട് ഇത് പരത്തിയെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരത്തുന്ന സമയം കട്ടി കൂടിപ്പോയാലുണ്ടല്ലോ, ഈ ലെയറൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല, ക്രിസ്പി ആയിട്ടും കിട്ടില്ല. അപ്പോൾ മാക്സിമം തിന്നായിട്ട് ഇന്ന് പരത്തിയെടുക്കണം. ഞാനിതെല്ലാം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കണം. അല്പം പൊടി വിതറിയതിന് ശേഷം പരത്തിയെടുക്കണം. അതായത് മൈദ വിതറിയതിന് ശേഷം പരത്തിയെടുക്കണം. ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ പരത്തി കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, ഈ കോൺഫ്ലോർ മിക്സ് നല്ല പോലെ തേച്ച് കൊടുക്കണം. അല്പം പോലും പിശുക്ക് കാണാൻ പാടില്ല. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതി ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി മടക്കിയതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ കോൺഫ്ലോർ മിക്സ് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. വീണ്ടും മറ്റേ ഭാഗം മടക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മീതെയും കോൺഫ്ലോർ മിക്സ് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ മുകൾ ഭാഗത്തേക്ക് മടക്കണം. എന്നിട്ട് കോൺഫ്ലോർ മിക്സ് തേച്ച് കൊടുക്കണം. ഇനി താഴെ ഭാഗത്തേക്കും മടക്കി നല്ലപോലെ സ്ക്വയർ ബോക്സ് ആക്കി എടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നീളത്തിൽ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് വീണ്ടും കോൺഫ്ലോർ മിക്സ് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം വീഡിയോ കണ്ടാൽ മാത്രമേ കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ. ഇനി പായെല്ലാം ചുരുട്ടുമല്ലോ, ഈ രീതിയിൽ ഒന്ന് ചുരുട്ടിയെടുക്കണം. എന്നിട്ട് മിഡിൽ ഭാഗത്തുനിന്നും 2 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കുക, ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് പ്രസ്സാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഏത് ഭാഗത്താണ് പരത്തേണ്ടതെന്ന് വീഡിയോ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലെയർ വിട്ട് കിട്ടില്ല. എന്നിട്ട് അല്പം മൈദാപ്പൊടി വിതറിയതിന് ശേഷം ഒരു കുഞ്ഞു പൂരിയുടെ വലിപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ പരത്തി കുറേ സമയം വെക്കണ്ട, അങ്ങനെ ആകുമ്പോൾ മാവ് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് തന്നെ ഓരോന്നും പരത്തി അപ്പോൾ മസാലയും മുട്ടയും ഫില്ല് ചെയ്തെടുക്കുക. ഓക്കെ അല്ലേ? മുട്ട 2ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി മുകൾ ഭാഗം അല്പം കൈ നനച്ച് ഒന്ന് ജസ്റ്റ് ടച്ചാക്കി കൊടുത്താൽ മതി. നല്ലപോലെ ഒട്ടിച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. കൈ നനച്ചാൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും.
ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. മോമോസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചുരുട്ടിയെടുക്കുമല്ലോ, നന്നായിട്ട് നെറിയെല്ലാം വിരിച്ച് ആ രീതിയിലാക്കി എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. ഈ ഒരു രീതിയിൽ എല്ലാം ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ചൂടാക്കി എടുക്കണം. വട്ടം കുറഞ്ഞ പാത്രത്തിലാകുമ്പോൾ എണ്ണ നന്നായിട്ട് മുങ്ങിക്കിട്ടും. അങ്ങനെയുള്ള പാത്രത്തിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം മിഡിൽ തീയാക്കി കൊടുക്കണം. തീ കൂടിപ്പോവണ്ട. എന്നിട്ട് ഓരോന്നും ഇട്ടതിന് ശേഷം തീ ചെറുതാക്കി കൊടുക്കണം. ഇനി 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ ലെയറെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ കുറേ സമയം എടുത്ത് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റാണ്. സാധാരണ പപ്സൊക്കെ വാങ്ങുമല്ലോ നമ്മൾ ബേക്കറിയിൽ നിന്ന്, അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ വിചാരിക്കുന്നത്ര വിനയൊന്നുമില്ല, മെനക്കെടൊന്നുമില്ല. കുറേ ടൈം എടുത്തിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കണം. നല്ല ഗോൾഡ് കളറാവണം. ഗൈസ്, ഇവിടെ എല്ലാം നല്ല ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. നല്ല കറുമുറ ക്രിസ്പി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ലെയറെല്ലാം വിട്ട് വന്നേ കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. വളരെ വളരെ സിമ്പിളായ റെസിപ്പിയാണ്, അതേപോലെ വെറൈറ്റിയുമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും അതേപോലെ നിർദ്ദേശങ്ങളും എനിക്ക് ആവശ്യമാണ്. അതും കൂടി എനിക്ക് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ ഒരു ലൈക്കും അതേപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.